കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളായിട്ടുള്ള കോൺഗ്രസ്സിന് ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ ബാലികേറ മലയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആ സമയത്തൊന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ 2 തവണത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ BJPക്കും പുറകിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന് കോൺഗ്രസ് പ്ലേസ് ആയിട്ടുള്ളത്. അത്രമാത്രം വിരലിൽ എണ്ണാവുന്ന കൗൺസിലർമാർ മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ്സിനുള്ളത്. ഇത്തവണ അതായത് 2025 തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ അത് മാറ്റാൻ ഉറപ്പിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ഇറങ്ങാൻ പോകുന്നത്. കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഉറപ്പിച്ചോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. പക്ഷേ അത് മാറ്റണമെന്ന് കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഇത്തിരി വാശി കൂടിയിട്ടുണ്ട്. നിയമസഭാ ഇലക്ഷനകത്തും ലോക്സഭാ ഇലക്ഷനകത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ വരുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പലപ്പോഴും പുറകിലാണ്. ശശി തരൂരിൻ്റെ ജനസമ്മതി മൂലം മാത്രമാണ് കോൺഗ്രസ്സിന് കാര്യമായിട്ട് വോട്ട് കിട്ടുന്നത്. 2021 നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് നിലം തൊട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ കോവളം മണ്ഡലത്തിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായത്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ എന്നാലും കോൺഗ്രസ് ഇത്തവണ ശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുൻ MLA വരെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുൻ MLA VS ശിവകുമാറിനെയും K മോഹൻകുമാറിനെയും ശബരിനാഥിനെയും പിന്നെ ശരത്ചന്ദ്ര പ്രസാദിനെയും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമയുടെ വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും മുൻ MLA-മാരും KPCC ഭാരവാഹികളും അടക്കമുള്ള നേതാക്കളെ മത്സരിപ്പിക്കാൻ ഇന്നലെ ചേർന്ന ജില്ലാ നേതൃയോഗത്തിൽ തീരുമാനമായി എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ പല അപ്രതീക്ഷിത മുഖങ്ങളും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. BJPയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായ VV രാജേഷ് ആയിരിക്കും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യത വാർത്തകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനൊപ്പമാണ് മുൻ MLA-മാരെ KPCC ഭാരവാഹികളെ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത്. വാർത്തകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ആരുടെയും പേരുകൾ സജീവമായി ചർച്ച ചെയ്തില്ലെങ്കിലും മത്സരിക്കണമെന്ന് മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെടാൻ ധാരണയായതായി DCC പ്രസിഡന്റ് പാലോട് രവി മനോരമ ന്യൂസിലൂടെ സ്ഥിരീകരിച്ചു. ഇതോടെ മേയർ സ്ഥാനാർത്ഥി തീരുമാനിച്ചാവും കോൺഗ്രസ് ഇലക്ഷൻ ഇറങ്ങുന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മേയർ സ്ഥാനാർത്ഥി ഇത്തവണ ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും കോൺഗ്രസ് ഇലക്ഷൻ ഇറങ്ങാൻ പോകുന്നത്. മാത്രമല്ല വേറെ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 2020 തദ്ദേശ ഇലക്ഷൻ സമയത്ത് വനിതാ സംവരണമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തിനായിട്ടുണ്ടായിരുന്ന വനിതാ സംവരണമായിരുന്നു. ഇത്തവണ അതുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ MLA-മാരെ അല്ലെങ്കിൽ KPCC ഭാരവാഹികളെ മത്സരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻ MLA-മാരെ മത്സരിപ്പിക്കാൻ തീരുമാനമായിട്ടുള്ളത്. ആര് വേണം എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ശക്തമായ ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ട് ഒരു മേയർ സ്ഥാനാർത്ഥിയെ തുടക്കത്തിലെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല മനോരമ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്. AICC സെക്രട്ടറി അറിവഴകൻ്റെ നേതൃത്വത്തിലായിരുന്നു 6 മണിക്കൂർ നീണ്ട ജില്ലാ നേതൃയോഗം. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശശി തരൂർ, K മുരളീധരൻ, MM ഹസൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അറിയപ്പെടുന്ന 10 നേതാക്കളെങ്കിലും സ്ഥാനാർത്ഥികളാക്കാൻ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. വാർഡുകളിലെ സാമുദായിക സന്തുലനം മനസ്സിലാക്കാനുള്ള വിവരശേഖരണം ആരംഭിച്ചു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഈ കണക്കുകൾ പരിശോധന ശേഷമായിരിക്കും, സാമുദായിക സന്തുലനം കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിന് ബാലികേറ മലയെ കണക്കാക്കപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ പോവുകയാണ്. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി 30 മുതൽ ഫെബ്രുവരി 28 വരെ നടക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ വാർഡ് കമ്മിറ്റികൾ സജീവമാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇലക്ഷന് മുന്നോടിയായിട്ട് കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കുറ്റപത്രവുമായി നേതാക്കൾ ഭവന സന്ദർശനം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. മുൻ MLA K മോഹൻകുമാർ ചെയർമാനും PK വേണുഗോപാൽ കൺവീനറുമായ സമിതിയാണ് കുറ്റപത്രം തയ്യാറാക്കുക എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാദേശിക പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനമായി എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മുൻ മന്ത്രി VS ശിവകുമാർ ആയിരിക്കും സമരസമിതി ചെയർമാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മേയർ ആകുമോ എന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനമായിട്ടില്ല. പക്ഷേ സമരസമിതി ചെയർമാനായിട്ട് VS ശിവകുമാർ ആയിരിക്കും. കോർപ്പറേഷനിൽ UDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പ്രകടന പത്രിക അത് തയ്യാറാക്കുന്നത് കോവളം MLA M വിൻസെൻറ്റും മുൻ അരുവിക്കര MLA ശബരിനാഥൻ കൺവീനറുമായ സമിതിയായിരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിലവിലത്തെ ഒരു MLA പിന്നെ മുൻ MLA-മാരും ചേർന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് തങ്ങളുടെ ഇലക്ഷൻ യോഗങ്ങളും ഇലക്ഷൻ തന്ത്രങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ ഒരു മുൻ MLA തന്നെ
മേയറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാരെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അത് വാർഡ് തലത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരിക്കുമെന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും വളരെ ശ്രദ്ധേയമായ പോരാട്ടമായിരിക്കും. കാര്യം കോർപ്പറേഷൻ്റെ കഴിഞ്ഞ തവണത്തെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് താഴോട്ടാണ് ഇറങ്ങാറുള്ളത്. ഒരുപാട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസ് എത്തുമോ ഇല്ലയോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2020 കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് പല വാർഡുകളിലും കൃത്യമായിട്ട് കോൺഗ്രസ് പ്രചാരണം പോലും നടത്തിയിരുന്ന കാര്യം അന്ന് വളരെ ശക്തമായ കാര്യമായിരുന്നു, ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു. മാത്രമല്ല കോൺഗ്രസിന് ഘടകകക്ഷിയിലായിട്ടുള്ള CMP, RSP തുടങ്ങിയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കൃത്യമായ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെന്ന ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തരം നീക്കങ്ങൾ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്യുന്ന കാര്യം കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ഇതുകൊണ്ട് മാത്രം കോൺഗ്രസ്സിന് കോർപ്പറേഷൻ പിടിക്കാനാകുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഓരോ തവണയായിട്ട് പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അത് തവണ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻ MLA മാരെയും KPCC ഭാരവാഹികളെ ഉൾപ്പെടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്.